നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് കാൻഡിഡേറ്റ്സിന് പ്രൊഫൈൽ വെരിഫൈ ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഫൈലുള്ള തെറ്റുകൾ തിരുത്താനുമുള്ള അവസരം സിയുടെ ഭാഗത്തു നിന്ന് എനേബിൾ ആയിട്ടുണ്ട്. ഈ ഒരു അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് ഈ വരുന്ന 16-ാം തീയതി രാത്രി 11:59 മുമ്പാണ്. ഒരിക്കൽ കൂടി പറയാം, ഈ വരുന്ന 16-ാം തീയതി രാത്രി 11:59 മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫെസിലിറ്റി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷയിൽ കീമിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമാണ്. അതിന് വേണ്ട രേഖകൾ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം കൂടിയാണിത്. ഇനി ഇങ്ങനൊരു അവസരം തരുമെന്ന് അവർ ഉറപ്പായിട്ട് പറയുന്നില്ല. സോ ഇത് മാക്സിമം ആൾക്കാർ പ്രയോജനപ്പെടുത്തുക. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ എൻ്റർ ആവുക. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് കയറുമ്പോൾ അവിടെ മെമോ ഡീറ്റെയിൽസ് എന്നൊരു മെനു ഐറ്റം കാണാനായിട്ട് സാധിക്കും. മെമോ ഡീറ്റെയിൽസ്, ഈ ഒരു മെമോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സിനാണ് അപാകതകളുള്ളതെന്ന് പ്രശ്നങ്ങളുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട രേഖകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് ഈ ഒരു തെറ്റ് പരിഹരിക്കാവുന്നതാണ്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം, റിസർവേഷൻ അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ റിസർവേഷനും ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നത് കീമിൻ്റെ പ്രോസ്പെക്ടസ് വെച്ചിട്ട്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും നേറ്റിവിറ്റി പ്രൂഫ് സബ്മിറ്റ് ചെയ്ത സമയത്ത് അതിനകത്തൊരു തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംവരണ ആനുകൂല്യങ്ങളോ മറ്റാനുകൂല്യങ്ങളോ ലഭിക്കില്ല. അതുകൊണ്ട് മെമോ ഡീറ്റെയിൽസിൽ നേറ്റിവിറ്റി ആർക്കെങ്കിലും പ്രശ്നമായിട്ട് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു നേറ്റിവിറ്റി പ്രൂഫ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് അത് പരിഹരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പിന്നീട് പണിയായിരിക്കും. ഇനി പറയാനുള്ളൊരു കാര്യം, അതായത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവരെയും അതുപോലെ തന്നെ +2 മാർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഓൺലൈനായിട്ട് സമർപ്പിച്ചവരെയും മാത്രമായിരിക്കും എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, കീം 2024 എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതി അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ മാർക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷൻ്റെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് സാധിക്കുന്നത്. കൃത്യസമയത്ത് മാർക്ക് അപ്ലോഡ് ചെയ്യാത്തവർക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ അവരുടെ പേര് വരില്ല. പിന്നുള്ളൊരു കാര്യം, ഇനി ഫാർമസി കോഴ്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവരെ മാത്രം ഫാർമസി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അതായത് എൻട്രൻസ് കമ്മീഷൻ നടത്തിയ കീം എക്സാമിനേഷന് യോഗ്യത നേടിയവരെ മാത്രമായിരിക്കും ഈ ഒരു ഫാർമസി ലിസ്റ്റിൽ പരിഗണിക്കുന്നത്. ഇനി NRI ക്ലെയിം ചെയ്ത അപേക്ഷകർക്ക്, ചില അപേക്ഷകർ NRI ക്ലെയിം ചെയ്ത് കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സൗകര്യം പിന്നീട് ഒരുക്കുന്നതാണെന്നും ഇത്തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ.